വടക്കൻ കേരളത്തിലെ പ്രഥമ ബസിലിക്കയായി കോഴിക്കോട് രൂപതയിലെ മാഹി അമ്മ ത്രേസ്യ തീർത്ഥാടന കേന്ദ്രത്തെ ഫ്രാൻസിസ് പാപ്പ ഉയർത്തിയതായി അറിയിച്ച് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ. മയ്യഴി അമ്മയുടെ ദേവാലയം എന്നാണ് മാഹി സെൻറ്റ് തെരേസാസ് തീർത്ഥാടന കേന്ദ്രം അറിയപ്പെടുന്നത്. ശതാബ്ദി നിറവിലായ കോഴിക്കോട് രൂപതയ്ക്ക് ലഭിച്ച അംഗീകാരവും 2023 ഡിസംബറിൽ ഫ്രാൻസിസ് പാപ്പ നൽകുന്ന ക്രിസ്മസ് സമ്മാനവുമായി രൂപത ഇതിനെ സ്വീകരിക്കുന്നുവെന്ന് ബിഷപ്പ് ചക്കാലക്കൽ പറഞ്ഞു. മലബാറിൻ്റെ ചരിത്രത്തിൽ കോഴിക്കോട് രൂപതയ്ക്ക് അമ്മയുടെ സ്ഥാനമാണ്. മാതൃരൂപതയ്ക്ക് ദൈവം കനിഞ്ഞു നൽകിയ സമ്മാനമാണ് ഈ ബസലിക്ക പദവി. വടക്കൻ കേരളത്തിൽ ഇതുവരെയും ഒരു ദേവാലയവും ബസലിക്ക പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ മലബാറിൻ്റെ മണ്ണിലെ പ്രഥമ ബസലിക്കയായി ഇനി മുതൽ മാഹി തീർത്ഥാടന കേന്ദ്രം അറിയപ്പെടും. കേരളത്തിലെ 10ാമത്തെ ബസലിക്കയുമാണ് മാഹി സെൻറ്റ് തെരേസാസ് ഷ്രൈൻ. ബസലിക്കയായി ഉയർത്തപ്പെട്ടതിൻ്റെ ഭാഗമായി മാഹി ബസലിക്കയെ ദേവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടുള്ള കൃതജ്ഞതാ ബലി ഉടൻ തന്നെ അർപ്പിക്കപ്പെടും. രാജ്യത്തെ ചരിത്രപ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ഫ്രഞ്ച് ഭരണപ്രദേശമായിരുന്ന മയ്യഴിയിലെ അമ്മ ത്രേസ്യയുടെ ദേവാലയം. പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ മലബാർ മേഖലയിലുള്ള മാഹിയിൽ 1736 ഈ ആരാധനാലയം സ്ഥാപിക്കപ്പെട്ടത്. ഇറ്റലിയിൽ നിന്നുള്ള ഫാദർ ഡൊമിനിക് ഓഫ് സെൻറ്റ് ജോൺ വടകരയ്ക്കടുത്ത് കടത്തനാട് രാജാവ് ബൈനോറിൻ്റെ കാലത്ത് 1723 മാഹി മിഷൻ ആരംഭിച്ചതായി റോമിലെ കർമ്മലിത്ത ആർക്കൈവ്സിൻ്റെ ദി മിസിയോനെ മാഹിനെൻസി മലബാറിബൂസ് കൊമന്താരിയൂസ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1736 ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ യുദ്ധത്തിൽ ദേവാലയത്തിന് കേടുപാട് സംഭവിച്ചു. 1788 അബിദുഷേനിൽ ദേവാലയം പുതുക്കി പണിതു. 1855 പണിതീർത്ത മണിമാളികയിൽ ഫ്രഞ്ച് മറീനുകൾ ഒരു ക്ലോക്ക് സ്ഥാപിച്ചു. 1956 ദേവാലയം പുതുക്കി പണിയുകയുണ്ടായി. 2010 തീർത്ഥാടന കേന്ദ്രത്തിൽ വിപുലമായ രീതിയിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ആവിലായിലെ വിശുദ്ധ തെരേസയുടെ തിരുസ്വരൂപം കൊണ്ടുവന്ന പോർച്ചുഗീസ് കപ്പൽ മാഹി തീരത്തെത്തിയപ്പോൾ നിശ്ചലമായെന്നും അവിടെ രൂപം ഇറക്കണമെന്ന ദർശനമുണ്ടായെന്നുമാണ് പാരമ്പര്യം. റോമൻ സഭയുടെയും പരമോന്നത കത്തോലിക്ക സഭയുടെയും അധികാരിയായ പാപ്പായുമായുള്ള പ്രത്യേക ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഇടവും സജീവവും അജപാലനവുമായ ആരാധനക്രമത്തിൻ്റെ കേന്ദ്രവുമാണ് ബസലിക്കകൾ. ബസലിക്കായി ഉയർത്തപ്പെട്ട മാഹിയിലെ അമ്മ ത്രേസ്യയുടെ തീർത്ഥാടന കേന്ദ്രം സന്ദർശിക്കുന്നവർക്ക് നിശ്ചിത ദിവസങ്ങളിൽ പൂർണ്ണ ദണ്ഡവിമോചനം സ്വീകരിക്കാൻ കഴിയുമെന്നതാണ് ബസലിക്ക പദവി നൽകുന്ന മറ്റൊരു സവിശേഷത. ഉദാഹരണമായി ബസലിക്കയുടെ മധ്യസ്ഥയായ അമ്മ ത്രേസ്യയുടെ തിരുനാൾ ദിവസം, വിശുദ്ധരായ പത്രോസ് പൗലോസ് അപ്പോസ്തലന്മാരുടെ തിരുനാൾ ദിനം, ബസലിക്കായി ഉയർത്തപ്പെട്ട വാർഷിക ദിനം എന്നീ ദിവസങ്ങളിൽ ദണ്ഡവിമോചനം അനുവദിക്കും. ആരാധനാക്രമം, കൂദാശകൾ, വലിപ്പം, പ്രശസ്തി, സൗന്ദര്യം, ദൗത്യം, ചരിത്രം, പ്രാചീനത, അന്തസ്സ്, ചരിത്രപരമായ മൂല്യം, വാസ്തുവിദ്യ, കലാപരമായ മൂല്യം, ആരാധനാ കേന്ദ്രങ്ങൾ എന്നിവയും മറ്റുള്ളവയും പരിഗണിച്ച് പഠിച്ചതിന് ശേഷമാണ് കത്തോലിക്ക സഭയുടെ പരമോന്നത അധ്യക്ഷനായ പാപ്പ ഒരു ദേവാലയത്തെ ബസലിക്കയായി ഉയർത്തുന്നത്. മയ്യഴി അമ്മയുടെ ദേവാലയം എല്ലാ മേഖലകളിലും ഏറെ ശ്രദ്ധ ആകർഷിക്കുകയും മലബാറിൽ തന്നെ ഒരു ദീപസ്തംഭമായി നിലകൊള്ളുകയും ചെയ്യുന്നതിൻ്റെ പ്രകടമായ തെളിവാണ് ഈ ബസലിക്ക പദവി പ്രഖ്യാപനത്തിലൂടെ നാം കാണുന്നത്.